കാട്ടുവഴികളിലൂടെ നിർത്താതെ ഓടുകയായിരുന്നു രേവതി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി, ശ്വാസം മുട്ടാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ചകലെയായി നിർത്തിയിട്ടിരിക്കുന്ന ഒരു കറുത്ത കാർ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എങ്ങനെയോ കഷ്ടപ്പെട്ട് കാറിൻ്റെ ഡാഷ്ബോർഡിൽ അവൾ കയറിപ്പറ്റി. നിമിഷങ്ങൾക്കുള്ളിൽ കാർ സ്റ്റാർട്ടായി നീങ്ങിത്തുടങ്ങി. സിദ്ധാർത്ഥ്, സുന്ദരനും സമ്പന്നനും കൂർമ്മ ബുദ്ധിക്കാരനുമായ ഒരു യങ് ബിസിനസ്മാൻ. ഷട്ടിൻ്റെ കൈകൾ ഒതുക്കി ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവൻ ശ്രദ്ധിച്ചത്. കാറിൻ്റെ ഡാഷ്ബോർഡ് നല്ലപോലെ അടഞ്ഞിട്ടില്ല. അത് ഫിക്സ് ചെയ്യാൻ നോക്കിയ അവൻ ആ കാഴ്ച കണ്ട് പതറിപ്പോയി. പേടിച്ചിരണ്ട മുഖവുമായി ഒരു പെൺകുട്ടി ഇരിക്കുന്നു. എന്താ ഇത്? നീ ആരാ? അവൻ ചുണ്ടുകൾ കടിച്ചു. ദയവായി എന്നെ ഇറക്കി വിടരുത്, അവരെൻ്റെ പിന്നാലെയുണ്ട്. സാധാരണയായി പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവൻ മുതിരാറില്ല. എന്നാൽ ഇത്തവണ നിരാശയും പേടിയും കലർന്ന അവളുടെ മുഖം കണ്ടപ്പോൾ അവന് മറുത്തു പറയുവാൻ തോന്നിയില്ല. അപ്പോഴേക്കും ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വാഹനങ്ങൾ അവർക്കരികിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. സീറ്റ് ബെൽറ്റ് ഇട്, അവൻ ഓർഡർ ഇട്ടു. അവൾ അനുസരിച്ചു. കാർ നീങ്ങിത്തുടങ്ങി. ഇടയ്ക്ക് ഒളികണ്ണിട്ട് അവൾ അവനെ നോക്കി. മറ്റുള്ളവരിൽ നിന്നും എന്തോ ഒരു വ്യത്യാസം അവനുള്ളതായി അവൾക്ക് തോന്നി. ഫിസിക്കലി, ഇമോഷണലി വളരെ സ്ട്രോങ്. ആരെയും തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന ആറ്റിറ്റ്യൂഡ്. എന്നാൽ ആർക്കും അടുത്തേക്ക് ചെല്ലാൻ കഴിയാത്ത ഉയരത്തിലായിരുന്നു അവൻ്റെ പ്രൗഢി. അവൻ്റെ നിശബ്ദതയിലും ആ ശരീരഭാഷ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞറിയിക്കുന്നുണ്ടായിരുന്നു. അവർ നമ്മുടെ പിറകെ തന്നെയുണ്ട്, അവൾ പറഞ്ഞു. എനിക്കറിയാം. റിയർ വ്യൂ മിറർ നോക്കി അവനും പറഞ്ഞു. പിന്നിൽ നിന്നൊരു വെടിയൊച്ച കേട്ടപ്പോൾ അവൻ കാറിൻ്റെ വേഗത കൂട്ടി. പിടിച്ചിരുന്നോ? അവൻ അവളെ നോക്കി പറഞ്ഞു. മഴ പെയ്ത് തെന്നിക്കിടന്നിരുന്ന റോഡിലൂടെ നിരങ്ങി വണ്ടി കാടിനുള്ളിലേക്ക് കയറി. സഡൻ ബ്രേക്ക് ചവിട്ടി സിദ്ധാർത്ഥ് വണ്ടി നിർത്തി. പെട്ടെന്നിറങ്ങ്, അവൻ ഗർജിച്ചു. അവൾ അനുസരിച്ചു. തിരിച്ച് എന്തെങ്കിലും ചോദിക്കും മുൻപ് അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളെയും കൊണ്ട് മരങ്ങൾക്കിടയിലൂടെ കാട്ടിലേക്ക് കുതിച്ചു. ഗുണ്ടകൾ അവരെ പിന്തുടർന്നെങ്കിലും നിലാവെളിച്ചത്തിൽ സിദ്ധാർത്ഥ രേവതിയും കൊണ്ട് കുറേ ദൂരത്തേക്ക് പോയിരുന്നു. നമുക്ക് വഴിതെറ്റിയെന്ന് തോന്നുന്നു. രേവതി സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കും തോന്നുന്നു, ഒരു ദീർഘനിശ്വാസത്തോടെ അവനും പറഞ്ഞു. അല്ല, നിങ്ങൾ വലിയ ബുദ്ധിമാനല്ലേ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. താൻ ചിരിക്കുവാണോ? പുരുക ഉയർത്തിക്കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കരഞ്ഞുകൊണ്ടിരിക്കുന്നതും അതിലും നല്ലതിതല്ലേ? സിദ്ധാർത്ഥ് ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ അവളിൽ എന്തോ ഒരു പ്രത്യേകതയുള്ളതായിട്ട് അവന് തോന്നി. ഇന്ന് രാത്രിയിൽ കാടിന് പുറത്തേക്ക് കടക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അവർ ഒരു കാട്ടരുവിയുടെ അടുത്തായി തമ്പടിച്ചു. ചെറു ചുള്ളിക്കമ്പുകളും കരിയിലയും കൂട്ടിയിട്ട് കത്തിച്ച് അവരതിൻ്റെ ചുറ്റും ഇരുന്നു. രേവതിയുടെ ഭയം ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ സാമീപ്യം അവൾക്ക് സുരക്ഷ നൽകുന്ന പോലെ തോന്നി. നാളെ എൻ്റെ കല്യാണം നടക്കേണ്ടതായിരുന്നു, അതും എനിക്ക് തീരെ അറിയാത്ത ഒരാളുമായിട്ട്. അയാളാണ് ഇപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരെ വിട്ടിരിക്കുന്നത്. രേവതി പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് സിദ്ധാർത്ഥ് അവൾക്കടുത്തായിട്ടിരുന്നു. എനിക്കങ്ങനെ ഒരു ലൈഫ് വേണ്ട. എന്നെ ഒരു കച്ചവട വസ്തുവാക്കാൻ എനിക്കിഷ്ടമില്ല. ഞാൻ ഓടിപ്പോരുന്നത് മണ്ടത്തരമായിപ്പോയോ? അവൾ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവരുടെ കണ്ണുകൾ ഉടക്കി. ഇല്ല, താൻ നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. അവൻ്റെ കണ്ണുകൾ മറ്റെന്തൊക്കെയോ കൂടി അവളോട് പറയുന്ന പോലെ അവൾക്ക് തോന്നി. ഒരു നിശബ്ദത അവരുടെ ഇടയിൽ ഉരുണ്ടുകൂടി. പക്ഷെ ആ നിശബ്ദതയിലും അവരുടെ കണ്ണുകൾ എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ടായിരുന്നു. രേവതിയിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടു. പൊടുന്നനെ സിദ്ധാർത്ഥ് തൻ്റെ ജാക്കറ്റ് കൊണ്ട് അവളെ പുതപ്പിച്ചു. അവരുടെ കൈകൾ തമ്മിൽ കൂട്ടിയുരുമി. അത് സിദ്ധാർത്ഥിൽ പുതിയൊരു അനുഭൂതി ഉളവാക്കി. അവൻ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി. പെട്ടെന്നൊരു ഓരിയിടൽ സൗണ്ട് കേട്ട് പേടിച്ച രേവതി സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അത് വെറുമൊരു കുറുക്കനല്ലേ? അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇയാൾക്കിതൊക്കെ ഒരു തമാശയാ? സിദ്ധാർത്ഥിൻ്റെ തോളിലേക്ക് മുഖം അമർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ഹേയ്, അല്ലല്ലോ. പക്ഷെ പേടിക്കുമ്പോൾ തൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ട്, അവൻ മന്ത്രിച്ചു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അത് മറയ്ക്കാൻ വേണ്ടി അവൻ്റെ നെഞ്ചിൽ അവൾ ചെറിയൊരു നുള്ളു കൊടുത്തു. സിദ്ധാർത്ഥിൻ്റെ ബോഡിയിൽ ഒരു കരണ്ട് പാസ് ചെയ്ത പോലെയാണ് അവൻ അനുഭവപ്പെട്ടത്. സിദ്ധാർത്ഥിൻ്റെ കൈകൾ പതുക്കെ രേവതിയുടെ മുഖത്തേക്ക് നീണ്ടു. അലസമായി കിടന്നിരുന്ന മുടിയിഴകൾ കൈകൊണ്ട് ഒതുക്കി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. നാണം കൊണ്ട് രേവതി കണ്ണുകൾ പതിയെ താഴ്ത്തി. അവരറിയാതെ അവർക്കിടയിൽ ഒരു പ്രണയം പൂത്തുലയുകയായിരുന്നു.
ആ രാത്രി പുലർന്നു. സൂര്യവെളിച്ചം കാട്ടിനുള്ളിലേക്ക് അരിച്ചിറങ്ങി. വഴി കണ്ടുപിടിക്കാൻ അവർക്ക് ഒരുപാട് സമയം വേണ്ടി വന്നില്ല. അവർ കൈകൾ കോർത്ത് നടന്നു, അവരുടെ മാത്രമായ പുതിയൊരു ലോകത്തേക്ക്.